കഴിഞ്ഞ 10 വർഷത്തോളമായി ഭരിക്കുന്ന ഇടതുപക്ഷം കഴിഞ്ഞ ഈ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിനെതിരെ നുണകൾ പറഞ്ഞുകൂട്ടി പുത്തഞ്ചിറയിലെ വികസനങ്ങൾ ഞങ്ങൾ ചെയ്തതാണെന്നും പറഞ്ഞ് നുണകൾ പറഞ്ഞുകൂട്ടിയിരിക്കുകയാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ആരാധ്യനായ ലീഡർ ശ്രീ കെ കരുണാകരൻ ചെയ്ത വികസനങ്ങളാണ് ഇന്ന് പുത്തഞ്ചിറയിലുള്ളൂ. അല്ലാതെ ഒരു വികസനങ്ങളും ഇന്ന് ഇടതുപക്ഷക്കാർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. വെറും ഗുണ്ടായുസവും തെമ്മാടിത്തരവും മാത്രം കാട്ടുന്ന CPM-നോട് ഒന്നേ പറയാനുള്ളൂ, വെറും 6 മാസം കാത്തിരിക്കുക. നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. അവിടെ ചേട്ടമ്പായി കളിക്കുന്ന മോദിജിയോടും ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ ED എന്ന 2 ലക്ഷം കാട്ടി ഇന്ത്യയിലെ നേതാക്കന്മാരെയെല്ലാം BJP-യിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് പറയാൻ, നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ അഴിമതിക്കാറുള്ള ഒരു പാർട്ടി BJP-യാണ്. കാരണം ED എന്ന 2 ലക്ഷം കാട്ടി ഈ അഴിമതിക്കാരെയെല്ലാം കൂട്ടുകൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്നാൽ അതിലൊരു നേതാവിനെ മാത്രം ED കാണിച്ചാൽ അവർ പേടിപ്പിച്ചിട്ടില്ല. അത് ശ്രീ പിണറായി വിജയനാണ്. മകന് ED സമൻസ്, മകൾക്ക് ED നോട്ടീസ്, അച്ഛന് ലാവലിൻ നോട്ടീസ്. എന്നിട്ടും അവർക്ക് BJP-യിലേക്ക് ക്ഷണം കിട്ടിയിട്ടില്ല. പക്ഷേ ഒരേ ഡിമാൻഡുള്ളൂ ഇന്ന് BJP-ക്ക് അവരോട്. അതിലൊരു ഡിമാൻഡ് അവർ സാധിച്ചു കൊടുത്തു. തൃശൂർ ലോകസഭാ മണ്ഡലം വിജയിപ്പിച്ചു കൊടുത്തു. ഇനി രണ്ടാമതൊരു ഡിമാൻഡുണ്ട്. 10 നിയമസഭാ മണ്ഡലങ്ങൾ ചോദിച്ചിരിക്കുകയാണ് BJP. അതായത് അമിത്ഷാ മോദിയെ വിളിപ്പിച്ച് 10 നിയമസഭാ മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ മിസ്റ്റർ പിണറായി വിജയ നിങ്ങൾ തിഹാർ ജയിലിലേക്കാണ് പോകുന്നതെന്ന് ഉറക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ട് വിറച്ചിരിക്കുന്ന പിണറായി വിജയ, നിങ്ങൾക്ക് കാലം കാത്തുവെച്ച കാവ്യനീതിയാണ് ശബരിമലയിലേക്കോട് കിട്ടുന്നത്. നിങ്ങൾക്കറിയോ, അയ്യരോട് തൊട്ട് കളിച്ചാൽ, ശ്രീ അയ്യപ്പ സ്വാമിയോട് തൊട്ട് കളിച്ചാൽ നിങ്ങൾക്കറിയാം, ഹരിഹര സുതനാണ്, ശബരിമല ശാസ്താവാണ്, നിങ്ങൾ കത്തിച്ചാമ്പലാവുമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മമാരെ കയറ്റി നിങ്ങൾ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റി, അതിന്റെ അനുഭവങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലം കാത്തുവെച്ച കാവ്യനീതിയിൽ ചുട്ടരുമ്പും നിങ്ങൾ ഈ ഇടതുപക്ഷം എന്ന പാർട്ടി കേരളത്തിൽ നാമാവശേഷമാകുമെന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. നമ്മളുടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ. ജയ് കോൺഗ്രസ്.